السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൻ്റെ അവസാനത്തിലാണ് ഇന്ന് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഒരുപാട് മുഹറം 9, 10 സുന്നത്ത് നോമ്പുകൾക്കൽ സുന്നത്താണ്. 1 മുതൽ 10 വരെ നോൽക്കലും സുന്നത്താണ്. മുഅക്കദായ സുന്നത്ത് 9ഉം 10ഉമാണ്. ഇൻഷാ അല്ലാഹ് നോമ്പ് അനുഷ്ഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവിധ മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് വിഷമങ്ങളുമുള്ള വാക്കുകളും വിഷമങ്ങളൊക്കെ പറയുന്നതായിട്ട് വാട്സപ്പിലൂടെ ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നത് കണ്ടു. പുറത്ത് പറയാൻ പറ്റാത്ത വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെയൊക്കെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ദുആ പതിവാക്കൽ. ദുആ പതിവാക്കിയാൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. ആവശ്യം നിറവേറാൻ നമ്മൾ ദുആ ചെയ്യുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിനോട് എത്ര ചോദിച്ചാലും നമ്മൾക്ക് ചോദിക്കാൻ സമയമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ചോദിക്കാൻ സമയമുണ്ടോ? തരാം, ഞാൻ തയ്യാറാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കാർക്കും അല്ലാഹുവിനോട് ചോദിക്കാൻ സമയമില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അല്ലാഹുവിനോട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ ആഗ്രഹങ്ങളും മുറാദുകളും ഒക്കെ ഹാസിലാവാൻ വേണ്ടി എപ്പോഴും ദുആ ചെയ്യുക. അതുപോലെ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുക, ളുഹ നിസ്കരിച്ച് ദുആ ചെയ്യുക, വിത്ർ നിസ്കരിച്ച് ദുആ ചെയ്യുക. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്താൽ പ്രതിഫലമുണ്ട്. രണ്ട് സമയങ്ങളിലാണ് ദുആക്ക് ഉത്തരം കിട്ടുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന് 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും, ഒന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തഹജ്ജുദിനെ എണീച്ച് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവനിക്ക് ഉത്തരമുണ്ടെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. മറ്റുള്ള ദിക്റുകളും സലാത്തുകളും എല്ലാം നമ്മൾ ചൊല്ലുന്നതിനോടുകൂടെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ നിർവഹിക്കണം. 5 വക്ത് നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല സാലിഹത്തായ നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ.
നല്ല അമലുകൾ ചെയ്യുവാനും ദുആ ചെയ്യുവാനും 5 വക്ത് നിസ്കാരം ഖളാവാതെ നിസ്കരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 313 വട്ടം നിയ്യത്താക്കിക്കൊണ്ട് ഇത് ചൊല്ലണം. നമ്മളൊരു ഉദ്ദേശം പൂർത്തിയാവണമെന്ന് നിയ്യത്ത് ചെയ്ത് ഒരു കാര്യം നടക്കണമെന്ന് എന്താണോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്, എന്ത് കാര്യമാണ് നമുക്ക് പൂർത്തിയാവാനുള്ളത്, നമ്മുടെ കച്ചവടമാണോ, നമ്മുടെ മക്കളുടെ വിവാഹമാണോ, രോഗമാണോ, വീട് വേണോ, എന്താണോ നമ്മളുടെ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹം നിയ്യത്ത് ചെയ്തുകൊണ്ട് 313 വട്ടം ഈ ദിക്ർ പതിവാക്കിയാൽ അതിന് ഉത്തരമുണ്ടെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം. ഈ ദിക്ർ 313 തവണ ചൊല്ലിയാൽ അവൻ്റെ ഉദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ നിറവേറുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം. ഈ ദിക്റിനെ എല്ലാവരും പതിവാക്കുക. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് വസിയത്ത് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയൊരു അറിവ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരിക എന്നുള്ളതാണ്. എല്ലാവരും രക്ഷപ്പെടണം. എല്ലാവർക്കും ഈ ദുനിയാവ് വിട്ടുപോകാനുള്ളതാണ്. ഇവിടെയല്ല നമ്മളുടെ ജീവിതം. നമ്മൾ വിരുന്നുകാരാണല്ലോ. നമ്മുടെ സ്വദേശം എന്ന് പറഞ്ഞത് സ്വർഗമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും നാളെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നല്ല പ്രവർത്തികൾ, നല്ല അമലുകളൊക്കെ ചെയ്ത് ഇൻഷാ അല്ലാഹ് ജീവിക്കാൻ ശ്രമിക്കുക. തെറ്റുകളിൽ നിന്ന് നമ്മളൊക്കെ വിട്ടുനിൽക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹത്തായ അമലാക്കുമാറ്റുമാറാട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നുമുള്ള വസിയത്തോടെ നിർത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. നിങ്ങൾക്കൊക്കെ നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് ദുആ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും തിങ്കളാഴ്ച രാവിനും വെള്ളിയാഴ്ച രാവിനും നമ്മളെ മജ്ലിസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.